ജിൻഡോ ജോൺ, ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വർഗീയ നിലപാടെടുക്കുന്നു CPM എന്നുള്ളതാണല്ലോ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, യൂത്ത് ലീഗിന്റെ പ്രതിഷേധം, മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടലൊക്കെ നമ്മൾ ഇന്ന് കണ്ടതാണ്. പക്ഷേ മലപ്പുറവുമായി ബന്ധപ്പെട്ടല്ല ഒരു ആ കണക്കുകൾ ഇന്ന് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ 21-ാം തീയതിയത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഈ പ്രസംഗത്തിൽ ആ കണക്കുകൾ പറയുന്നു. അപ്പോൾ മലപ്പുറം ജില്ലയിലാണല്ലോ എന്ന സാങ്കേതികമായ കാര്യം പറയുകയും ചെയ്യുന്നു. അല്ലാതെ ആ ജില്ലയെ വേറെ രൂപത്തിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ബാഡ് ടേസ്റ്റിൽ പറഞ്ഞതല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് ഈ പ്രസംഗം കണ്ടിട്ട് തോന്നിയത് കോൺഗ്രസിന്, ശ്രീ ജിൻഡോ ജോൺ? സ്മൃതി, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, അറിയാതെയെങ്കിലും മലപ്പുറമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെളിവാക്കപ്പെട്ടു. CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ തനി നിറവും വ്യക്തമാക്കപ്പെട്ടു. കാലാകാലങ്ങളായിട്ട് ഈ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഒക്കെ ഇവർ അധികാരത്തിലേക്ക് വരാനായിട്ട് പല വഴികളും തേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നും അതിനെ ന്യായീകരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് AK ബാലൻ പോലും ഇവരുടെ പാർട്ടിയുടെ സമുന്നതര നേതാവാണല്ലോ, മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഇത്തരം തക്കിട തെറിയുടെ കേസിൽപ്പെട്ടാൽ ആദ്യം വന്ന് ക്യാപ്സ്യൂൾ വാരി വിതറുന്ന നേതാവാണ് AK ബാലൻ. അദ്ദേഹം പോലും ഈ ഹിന്ദു പത്രത്തിൽ വന്ന പ്രസ്താവനയെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടേ. ഇന്നലത്തെ കേരളത്തിലെ മുഴുവൻ ദൃശ്യ മാധ്യമങ്ങളിലും CPMന്റെ ഔദ്യോഗിക പ്രതിനിധികൾ വന്നിരുന്ന് മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടേതായിട്ട് അച്ചടിച്ചു വന്ന ആ പ്രസ്താവനയെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ന്യായീകരിക്കുന്ന മുഴുവൻ നിലപാടുകളും എടുത്ത് പ്രഖ്യാപിച്ചു, അല്ലേ? അപ്പോൾ അതിനെല്ലാം ഉത്തരം കിട്ടാതെ വന്നു. അത് വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തെ നെഗറ്റീവ് റിസൾട്ടാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ വേറൊരു ക്യാപ്സ്യൂളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. PR ഏജൻസി കൊടുത്ത വാർത്തയാണ്. മുഖ്യമന്ത്രിക്ക് അറിവില്ല, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്നതേ, ഇങ്ങനെ ഒരു PR ഏജൻസിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 12 ഉപദേശകരുണ്ട്, പ്രസ് സെക്രട്ടറി ഉണ്ട്, അതുകൂടാതെ പ്രസ് ഉപദേശകരുണ്ട്. ഇതെല്ലാം ഉൾപ്പെടെ 12 ഉപദേശകര് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെയൊക്കെ അറിവ്. അങ്ങനെയുള്ളവരൊന്നും ഉപദേശിച്ചിട്ട് നന്നാകാത്ത ഈ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു PR ഏജൻസിയെ തരപ്പെടുത്തി കൊടുത്തത് CPM എന്ന് പറഞ്ഞ പാർട്ടി അറിഞ്ഞിട്ടാണോ? ഈ PR ഏജൻസിയാണോ കേരളത്തിലെ സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPMന്റെയും ഈ നയപരിപാടികൾ തീരുമാനിക്കുന്നത്? ഇവരുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തീരുമാനിച്ച് നടപ്പാക്കി പ്രസ്താവന നടപ്പാക്കാനായിട്ട് ചാർജ് കൊടുത്തിരിക്കുന്ന ഈ PR ഏജൻസിക്കാണോ? അങ്ങനെയെങ്കിൽ സംഘപരിവാറിന്റെ കുഴലൂത്തുകാരായിട്ടുള്ള ഈ PR ഏജൻസിയെ CPM ചുമക്കുന്നതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി ഇത്തരം ചക്കളത്തി പോരാട്ടം കൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. ഹിന്ദു പത്രത്തിനാണ് മുഖ്യമന്ത്രി വാർത്ത കൊടുത്തിരിക്കുന്നത്, പ്രസ്താവന കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും മലയാള പത്രത്തിനാണ് കൊടുത്തിരുന്നെങ്കിൽ പിന്നെയും ഇതിന്റെ റീച്ച് കുറയുമായിരുന്നു. ഇന്ത്യ മുഴുവൻ വായിക്കുന്ന ഒരു പത്രത്തിൽ വാർത്ത കൊടുക്കുന്നു. ഉത്തരേന്ത്യയിലെ സംഘപരിവാർ നേതാക്കന്മാരും സംഘപരിവാറിന്റെ സൈബർ വിങ്ങിലുള്ള ആളുകളും എല്ലാം ഇതെടുത്ത് പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. എന്തിന്? കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ വരെ പറയുന്നു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരി, ഇന്ന് പറയുന്നത് മറ്റു പലരുടെയും ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് മാറ്റി പറഞ്ഞതാണെന്ന്. അപ്പൊ BJP ഓൾറെഡി അതെടുത്ത് ഉപയോഗിച്ചു. കേരളത്തിന്റെ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 10,000 പോലീസിന്റെ അകമ്പടിയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. ഒരു സാധാരണപ്പെട്ട ആളെ ആരെങ്കിലും മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നാൽ ആട്ടി ഓടിക്കും, അല്ലെ? മാധ്യമ പ്രവർത്തകർ ചെന്നാൽ കടക്ക് പുറത്തെന്ന് പറയും, സാധാരണ മനുഷ്യരെ മാറി നിൽക്കുമെന്ന് പറയും. പിന്നീടും ചെല്ലുന്ന ആളുകളോട് P ശശിയാണ് ഇടപെടുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ് റിലീസ് എന്നുള്ള രീതിയിൽ ഇത്തരം പ്രസ്താവനകൾ എഴുതി കൊടുക്കാൻ ഈ PR ഏജൻസിക്ക് എങ്ങനെ സാധിച്ചു? അതിന്റെ അർത്ഥം സംഘപരിവാറാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. ഇനി ഈ പ്രസ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചെന്നല്ലേ പറയാ. 1.5 ദിവസം കഴിഞ്ഞു സ്മൃതി, 1.5 ദിവസക്കാലം ഇത് പരമാവധി ഓടി. പാർട്ടിയുടെ മുഴുവൻ സൈബർ സഖാക്കന്മാരും ഇതിട്ട് മെഴുകി. പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളികൾ മുഴുവൻ ചാനലുകൾ വന്നിരുന്ന് ന്യായീകരിച്ചു. AK ബാലനെ പോലുള്ള സഖാക്കന്മാരൊക്കെ ഇത് ന്യായീകരിച്ചു. എന്നിട്ട് അതിനുശേഷം പ്രസ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട പത്രത്തോട് ഒരു വിശദീകരണം ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ എല്ലാവരും CPMലെ അന്തം കമ്മികളാണെന്നുള്ള ധാരണ ഇവർക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. കാരണം ഇപ്പോഴും അദ്ദേഹം അതിന് 100% തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായമാണ് വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു പ്രജ്ഞയുമില്ലാത്ത, വിവേചന ശേഷിയില്ലാത്ത, വിശകലന ശേഷിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരാൾ ഈ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. അദ്ദേഹം രാജിവെച്ച് പോകണം. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇവിടെ ഈ PR ഏജൻസിയുടെ റോൾ എന്താ? ഇവിടെ PRD എന്ന് പറഞ്ഞൊരു വകുപ്പ് തന്നെ കേരള സർക്കാരുണ്ട്. 100 1000-ഓളം ഉദ്യോഗസ്ഥരെ ശമ്പളം പറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥർക്ക് എന്താണ് ജോലി? ഇതൊരു നശീകരണ മാധ്യമ പ്രവർത്തനമാണെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്തത്? ഇന്നലെ വരെ ന്യായീകരിച്ച
വെച്ചവർ ആരും ഇന്ന് വന്നിട്ട് ഇത് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നില്ലല്ലോ. പണ്ട് ഇതുപോലെയാണ് VS അച്യുതാനന്ദൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്, അതുപോലെ തന്നെയാണ് എളമരം കരീം ഇത്തരത്തിലുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനൊക്കെ പറഞ്ഞിട്ട് പോയത്. ഇവരൊക്കെ ഇത് പറഞ്ഞിട്ട് പോകും. പക്ഷെ കേരളത്തിനപ്പുറത്ത് ഉത്തരേന്ത്യയിൽ മുഴുവൻ സംഘപരിവാറിന്റെ ആളുകൾക്ക് എടുത്ത് പ്രയോഗിക്കാനുള്ള, കേരളം ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സംസ്ഥാനമാണ്, മതരാഷ്ട്രവാദത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളുടെ സംസ്ഥാനമാണെന്നൊക്കെയുള്ള പച്ചക്കളം പ്രചരിപ്പിക്കാനുള്ള അവസരം വഴിമരുന്നിട്ട് കൊടുത്ത മുഖ്യമന്ത്രിയാണ്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.